തീർച്ചയായിട്ടും ഇന്ന് ഭരണാധികാരിക്ക് മുമ്പാകെ ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്ക് മുമ്പാകെ കളക്ടറേറ്റിൽ നമ്മളെല്ലാവരും ചേർന്ന് 3 സെറ്റ് പത്രിക നൽകി. വളരെ നല്ല വിജയപ്രതീക്ഷ കവടിയാർ വാർഡിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും ഒക്കെയുണ്ട്. തീർച്ചയായിട്ടും ഇത്തവണ 51 സീറ്റിൽ കൂടുതൽ ലഭിച്ചുകൊണ്ട് UDFന്റെ തന്നെ ഒരു കോർപ്പറേഷൻ ഭരണം വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് പലയിടത്തും പോകുമ്പോൾ കിട്ടുന്നത്. കവടിയാറിന് പ്രത്യേകിച്ച് പോകുന്ന വീടുകളിൽ നമ്മുടെ പ്രവർത്തകർ എല്ലാവരും തന്നെയുണ്ട്. നല്ല അടിത്തറയുള്ള സ്ഥലമാണ്. പ്ലസ് വീടുകളിലേക്ക് പോകുമ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല വിജയം UDFന് ഇത്തവണ എല്ലായിടത്തും കോർപ്പറേഷനിലും പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ ഉണ്ടാകും. നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അടക്കം സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. ഇവിടെ പക്ഷേ 51 വാർഡ് ജയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ശബരിക്കുമുള്ളുണ്ട്. ഇതാണ് പാർട്ടി ഉണ്ടല്ലോ, പാർട്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനും കൂടുതൽ പല കാര്യങ്ങൾക്ക് സഹായിക്കുന്നു. അത്യാവശ്യം കഴിയുന്ന വാർഡുകളുടെയൊക്കെ പ്രോഗ്രാമുകൾക്ക് പോകുന്നു. അതൊക്കെ ഉള്ളൂ. പക്ഷേ കവടിയാർ വാർഡിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. കൂടാതെയുള്ള മറ്റ് മാനിഫെസ്റ്റോ അടക്കമുള്ള പല കാര്യങ്ങളിലും ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ KPC ഭാരവാഹിയല്ലേ, അപ്പം അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സമയമൊക്കെ നോക്കി തന്നെയാണ് പത്രിക സമർപ്പിച്ചത്. ഇന്നൊരു 12:15 12:30 സമയം എന്നാണ് ആളുകൾ പറഞ്ഞത്. ആ സമയം നോക്കി തന്നെയാണ് നമ്മൾ കുറിച്ചത്. അതെല്ലാവരും സമയം നോക്കി കുറിക്കുന്നത്. നമ്മളാൾക്കാർ പറയുന്നു, പലരും പറയുന്നില്ല. അത് പറയുന്നതിന് തെറ്റെന്താ? ഒരു കാര്യം പറഞ്ഞത്, വൈഷ്ണയ്ക്കെതിരെ സമയത്തിന് ഞാൻ ചോദിച്ചുകൊണ്ട് വൈഷ്ണയ്ക്കെതിരെ പരാതി കൊടുത്ത ആളുടെ സമയം മോശവും വൈഷ്ണയുടെ സമയവും നല്ലതുമാണ്. കാരണം തിരുവനന്തപുരത്തും മാത്രം അറിഞ്ഞിരുന്നു നമുക്കെല്ലാം അറിയാവുന്ന KSUവിന്റെ ഒരു ജില്ലാ ഭാരവാഹി ഇന്ന് കേരളം മുഴുവൻ ട്രെൻഡിംഗ് ആണ്. ഇനി അവർ കൂടുതൽ പണിയിലേക്ക് അവർ ഇറങ്ങുകയാണെങ്കിൽ നാഷണൽ ട്രെൻഡിംഗ് ആവും വൈഷ്ണ. നമുക്കെന്തായാലും നല്ലതാണ്. ഓക്കെ, എല്ലാവരുടെയും സഹായത്തിന് നന്ദി. താങ്ക് യു.